ഒരു ദിവസം കൂടി ദാനമായി തന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഇന്നും നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരു മനുഷ്യന്റെ ആത്മീയ മേഖലയാണ് അവനെ അനുഗ്രഹത്തിന് കാരണമാക്കുന്നത്. കാരണം അവന്റെ ചുറ്റുപാടുകൾക്കും അപ്പുറത്തുള്ള ദൈവത്തിലാണ് അവൻ പ്രത്യാശ വച്ചിരിക്കുന്നത്. തിരുവചനത്തിൽ ആദത്തെയും ഹവ്വായെയും നാം കാണുന്നു. ദൈവത്തോടൊപ്പം ദൈവം പറഞ്ഞത് അനുസരിച്ച് നടന്നപ്പോൾ അവർക്ക് ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. ദൈവവുമായി ഒരു തികഞ്ഞ ബന്ധം പുലർത്തിയിരുന്ന അവർ സാത്താൻ പറഞ്ഞത് അനുസരിച്ചപ്പോൾ ദൈവവുമായുള്ള ബന്ധം അവർക്ക് നഷ്ടപ്പെട്ടു. അനുഗ്രഹത്തിന്റെ ഏദൻ തോട്ടത്തിൽ നിന്നും അവർ പുറന്തള്ളപ്പെട്ടു. അനുഗ്രഹത്തിന് പകരം ശാപം ഏൽക്കേണ്ടി വന്നു. സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യന്റെ ആത്മീയ മേഖല നഷ്ടപ്പെട്ടാൽ, ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ അവനെ ദൈവം സഹായിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വിശുദ്ധിയോടെ പ്രാർത്ഥന തുടരാം. നമുക്ക് വിളിച്ചു പറയാം: അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം. തിരുവചനം പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ഭയപ്പെട്ട് ഓടിപ്പോയ യാക്കോബിനെ ഒരു രാത്രി കൊണ്ട് അനുഗ്രഹിച്ച് ഭയം മാറ്റി പുതിയ പേരായ ഇസ്രായേലാക്കി മാറ്റിയ ദൈവം നമ്മുടെ കൂടെയുണ്ട്. എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്. നമുക്ക് വിളിച്ചു പറയാം: ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ഹല്ലേലൂയ. ആനന്ദമുണ്ട്, യേശുവിൽ ആനന്ദമുണ്ട്. എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്. ഹല്ലേലൂയ. ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ഓ ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിനോടൊപ്പം നമ്മുടെ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞ് കർത്താവിൻ്റെ വചനത്തെ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം. നമുക്കെതിരെ വരുന്ന സകല തിന്മയുടെ സ്വാധീനങ്ങളെയും നസ്രായനായ യേശുക്രിസ്തു നിരായുധമാക്കും. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വചനം നൽകുന്ന ശക്തിയുണ്ട്. ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. ഹല്ലേലൂയ. വചനം നൽകുന്ന ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. നമുക്ക് ആരാധിക്കാം. യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. പാടിടും ഞാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. മലകൾ നിരപ്പാക്കിക്കൊണ്ട് കർത്താവ് നമുക്ക് മുൻപേ പോകും. പിച്ചള വാതിലുകൾ കർത്താവിന്റെ നാമത്തിൽ തകരട്ടെ. ഹല്ലേലൂയ. ഇരുമ്പോടാൻപലുകൾ കർത്താവിന്റെ നാമത്തിൽ തകരട്ടെ. ഈ തിരുവചനം യെശയ്യാ 45 തിരുവചനം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് പറയാം: കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കഷ്ടതയിൽ എന്നെ കരുതുന്ന ഒരു ദൈവകരമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ദൈവ കരുതലുണ്ട്. ആമേൻ. യേശുനാമത്തിൽ പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. കഷ്ടതയിൽ ദൈവ കരുതലുണ്ട്. യേശുനാമത്തിൽ പ്രത്യാശയുണ്ട്. രോഗങ്ങൾ വന്നാലും ക്ലേശങ്ങൾ വന്നാലും യേശുവിൻ രക്തത്താൽ സൗഖ്യമുണ്ട്. രോഗങ്ങൾ വന്നാലും ക്ലേശങ്ങൾ വന്നാലും യേശുവിൻ രക്തത്താൽ സൗഖ്യമുണ്ട്. അതുകൊണ്ട് സന്തോഷമുണ്ട്. ആനന്ദമുണ്ട്, കർത്താവായ യേശുവിന്റെ നാമത്തിൽ എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്. ഹല്ലേലൂയ. ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ആമേൻ, 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 ആമേൻ. കർത്താവായ യേശുവേ, അങ്ങയുടെ വലിയ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളിലും വ്യാപരിക്കണമേ. കർത്താവായ യേശുവിന്റെ കരം കർത്താവെ അവരുടെ മേൽ വെച്ച് ഇപ്പോൾ അനുഗ്രഹിക്കണമേ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമം ഉയരട്ടെ.
ഓ ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുക ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളിലും വ്യാപരിക്കട്ടെ എന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.